ഹലോ സ്റ്റുഡൻസ്, +1 നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെ? പൊതുവെ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ നമ്മൾ കണ്ടുവരുന്ന 3 ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് +1 പഠിച്ച കുട്ടിയെ സംബന്ധിച്ച്, +1 പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചോളം സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ആണ്. ഇനി സയൻസിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ സയൻസിൽ നമുക്ക് ഇവിടെ മെയിനായിട്ട് 2 ഓപ്ഷൻസ് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ബയോളജി സയൻസും, മറ്റൊരു കമ്പ്യൂട്ടർ സയൻസും. ബയോളജി എന്ന് പറയുന്ന സബ്ജക്ട് മെഡിക്കൽ ഫീൽഡിലേക്കാണ് പോകാൻ താല്പര്യം, നേഴ്സാണോ ഡോക്ടറാണോ മെഡിക്കൽ ലെവൽ ഫീൽഡിലാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബയോളജി സയൻസ് ആണ് റെഫർ ചെയ്യുന്നത്. നേരെ മറിച്ച് മെഡിക്കൽ ഫീൽഡ് എനിക്ക് വേണ്ട, ബയോളജി സബ്ജക്റ്റ് എനിക്ക് ബുദ്ധിമുട്ടാണ്, അതിനോട് താല്പര്യമില്ലെങ്കിൽ നമുക്ക് സയൻസിൽ പോകാൻ പറ്റുന്ന നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നതാണ് കമ്പ്യൂട്ടർ സയൻസ്. അവിടെ കമ്പ്യൂട്ടറാണ് നമുക്ക് ബയോളജിന് പകരം നമുക്ക് പഠിക്കാനുള്ള വിഷയമാണ് കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആയ ജാവ അങ്ങനെയുള്ള കുറേ കമ്പ്യൂട്ടർ ലാംഗ്വേജസും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. സോ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആകുന്നവർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ലെവലിൽ പോകുന്നവർക്ക്, കമ്പ്യൂട്ടർ ഫീൽഡായിട്ട് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യുന്നവർക്ക് കമ്പ്യൂട്ടർ സയൻസ് ഒരു പ്ലാറ്റ്ഫോമാണ്. സയൻസ് നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷനാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. കൊമേഴ്സിൽ നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് കമ്പ്യൂട്ടർ കൊമേഴ്സും മറ്റൊന്ന് പൊളിറ്റിക്കൽ കൊമേഴ്സും. കമ്പ്യൂട്ടർ കൊമേഴ്സ് സംബന്ധിച്ചോളം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, കമ്പ്യൂട്ടർ സംബന്ധിച്ച് അക്കൗണ്ടിങ്ങിൽ കമ്പ്യൂട്ടർ സംബന്ധിച്ച കാര്യങ്ങൾ, ടാലി അങ്ങനെയുള്ള കോഴ്സുകൾ ബിൽഡപ്പ് ചെയ്തിട്ടുള്ള ഇൻഗ്രേറ്റ് ആണ് കമ്പ്യൂട്ടർ കൊമേഴ്സ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് പൊളിറ്റിക്കൽ കൊമേഴ്സ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സബ്ജക്റ്റ് എടുത്തു മാറ്റും, നമുക്ക് പൊളിറ്റിക്സ് ആണ് അവിടെ കമ്പ്യൂട്ടറിന് പകരം പഠിക്കുന്നത്. പൊളിറ്റിക്സ്, ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പഠിക്കാൻ പറ്റും. സോ ഇതിലും നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ബെറ്റർ ഞാൻ എപ്പോഴും റെഫർ ചെയ്യുന്നത് കൊമേഴ്സ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ കമ്പ്യൂട്ടർ കൊമേഴ്സ് റെഫർ ചെയ്യാം. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്നത്തെ കാലത്ത് കൊമേഴ്സിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. ദെൻ മാത്സ് വേണ്ട, നമ്പേഴ്സ് ബുദ്ധിമുട്ടാണ്, എനിക്കധികം പഠിക്കാൻ എനിക്ക് തീരെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് തൊട്ട് സോഷ്യൽ സ്റ്റഡീസ് ആയിരിക്കാം, ഹിസ്റ്ററി ആയിരിക്കാം, ജോഗ്രഫി ആയിരിക്കാം. അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മുമ്പിലുള്ള ഓപ്ഷനാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. ഹ്യൂമാനിറ്റീസ് സംബന്ധിച്ചോളം നമുക്ക് കംപ്ലീറ്റ് പഠിക്കാനുള്ളതും തിയറീസ് ആയിരിക്കും, ജോഗ്രഫി, ഹിസ്റ്ററി, അങ്ങനെയുള്ള പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹ്യൂമാനിറ്റീസിൽ പഠിക്കുന്നത്. സോ യു ക്യാൻ ഡിസൈഡ്. ഇനി സയൻസിലാണെങ്കിൽ നമുക്ക് ഇപ്പോൾ വീണ്ടും പറയാൻ പറ്റുന്നതാണ്, എൻട്രൻസ് എഴുതാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഇൻറ്റിഗ്രേറ്റഡ് +1 +2 പഠിക്കാം. +1 +2 കൂടെ തന്നെ നമുക്ക് എൻട്രൻസ് കൂടി പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. സോ അതുപോലെ കൊമേഴ്സിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. +1 +2 കഴിഞ്ഞ ഉടനെ നമുക്ക് CA എൻട്രൻസ് എക്സാംസ് എഴുതാം, CA, CMA, ഒരുപാട് പുതിയ ഓപ്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് ഏതാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്താണ്, അത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ പാരൻസായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും യു വിൽ ഹാവ് ഹാപ്പി